PC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ HSAക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലാസ്സാണ് എടുക്കുന്നത്. HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ഏകദേശം 13ഓളം വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസിൻ്റെ മാരത്തോൺ വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സോഷ്യൽ സയൻസ് ചെയ്തപ്പോൾ കുറേ ആളുകൾ ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും ഒക്കെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസ് അവർക്ക് കൂടി വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ HSAക്കാർക്കും കോമൺ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പാർട്ടാണ് A പാർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ്. പാർട്ട് A എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ റിനേസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സ്, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്, ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ HSAക്കാർ HSA സോഷ്യൽ സയൻസ്, മാത്സ്, മലയാളം, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെ കോമൺ ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ കോമൺ ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ആണ് എടുക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് PC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. HSAക്ക് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും HSAക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് നിങ്ങൾ നോക്കാതെ എല്ലാവരും HSA ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടെ. എല്ലാവർക്കും വേണ്ടിയുള്ള കോമൺ ഗ്രൂപ്പാണ് HSAക്ക് വേണ്ടിയിട്ടുള്ള ഈ പാർട്ട് A പോർഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെത്തഡോളജി ടീച്ചിങ് ദ സബ്ജക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ടാണെന്ന് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ ഒരു ലൈക്ക് ചെയ്തിട്ട് പറഞ്ഞ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം. എല്ലാവരും HSAയുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആക്ഷൻ റിസർച്ച് എന്താണെന്ന് പഠിക്കാം കേട്ടോ. സിലബസ് പ്രകാരം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം ആക്ഷൻ റിസർച്ച് എന്താണെന്നാണ്. ആക്ഷൻ റിസർച്ച് എന്താണ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആക്ഷൻ റിസർച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആക്ഷൻ റിസർച്ച് മുതൽ നമുക്ക് പഠിച്ചു പോരാം. ആക്ഷൻ റിസർച്ച് നോക്കാം കേട്ടോ. ആക്ഷൻ റിസർച്ച് മേ ബി സെറ്റ് ടു ബി റിസർച്ച് ഓഫ് ദ ടീച്ചർ ഫോർ ദ ടീച്ചർ ബൈ ദ ടീച്ചർ. എന്താണ് ആക്ഷൻ റിസർച്ച്? എന്താണ്, ടീച്ചർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ചാണ് ഈ ആക്ഷൻ റിസർച്ച്. ഇത് നടത്തുന്നതും ആര് തന്നെയാണ്? ടീച്ചേഴ്സ് തന്നെയാണ്. ടീച്ചർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് നടത്തുന്നതും ടീച്ചേഴ്സ് തന്നെയായിരിക്കും. ദ ആക്ഷൻ റിസർച്ച് മേ ബി സെറ്റ് ടു ബി റിസർച്ച് ഫോർ ദ ടീച്ചർ ബൈ ദ ടീച്ചർ. അപ്പോൾ ടീച്ചർമാർക്ക് വേണ്ടി ടീച്ചർമാർ നടത്തുന്ന ഒരു ഗവേഷണമാണ് എന്ത്, ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ. ആക്ഷൻ റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ ഈസ് കൺസേൺ വിത്ത് സ്കൂൾ പ്രോബ്ലംസ് ആൻഡ് ക്യാരിഡ് ബൈ സ്കൂൾ പേഴ്സൺ ടു ഇംപ്രൂവ് സ്കൂൾ പ്രാക്ടീസസ്. അപ്പോൾ ഈ ആക്ഷൻ റിസർച്ച് എന്താണ്, എഡ്യൂക്കേഷൻ കൺസേൺ വിത്ത് സ്കൂൾ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആക്ഷൻ റിസർച്ച് പ്രധാനമായിട്ടും നടക്കുന്നത്. എന്തിന്, ഈ സ്കൂളിലെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും സ്കൂളിലെ ആക്ടിവിറ്റീസിന് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാനും വേണ്ടിയിട്ട് സ്കൂളിലെ പ്രോബ്ലംസിനെ കണ്ടുപിടിച്ച് അതിലേക്കൊരു സൊല്യൂഷനാണ് ഈ ആക്ഷൻ റിസർച്ച് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഈ കമ്പയർഡ് വിത്ത് അതർ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസിയർ ടു കണ്ടക്ട്. അപ്പോൾ മറ്റുള്ള റിസർച്ചുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റിസർച്ചാണ് ആക്ഷൻ റിസർച്ച്. അതുപോലെ ഇത് കണ്ടക്ട് ചെയ്യാനും എങ്ങനെ തന്നെയാണ്, വളരെ ഈസിയാണ് ഇത് കണ്ടക്ട് ചെയ്യാനും. അതുപോലെ തന്നെ ഇത് മറ്റുള്ള റിസർച്ചുകളെ നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ഈസിയുമാണ്. എഡ്യൂക്കേഷണൽ റിസർച്ച് ഈസ് എ തിയററ്റിക്കൽ നേച്ചർ, സീക്ക് ഡിസ്കവർ ന്യൂ നോളജ്. ആക്ഷൻ റിസർച്ച് എയിം ടു ഗ്യാതറിംഗ് എവിഡൻസ് ആൻഡ് സ്ട്രാറ്റജി ഓഫ് സൊല്യൂഷൻ വിത്ത് റെസ്പെക്ട് ഓഫ് സ്പെസിഫിക് പ്രോബ്ലം. അപ്പോൾ എഡ്യൂക്കേഷൻ റിസർച്ച് തിയററ്റിക്കൽ നേച്ചർ, ഇതെന്താണ്, ഇതിനൊരു പ്രാക്ടിക്കൽ നേച്ചറിനേക്കാളും കൂടുതൽ ഒരു തിയററ്റിക്കൽ അപ്രോച്ചാണ് ഈ ആക്ഷൻ റിസർച്ചിന് വരുന്നത്. ഈ ആക്ഷൻ റിസർച്ച് വഴി പുതിയ അറിവുകൾ കണ്ടെത്തുകയും അതുപോലെ തന്നെ ഈ ഒരു അറിവുകൾക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങളിലേക്കുള്ള കുറേ എവിഡൻസ് കളക്ട് ചെയ്യുകയും അങ്ങനെ എവിഡൻസിൽ നിന്ന് ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും എന്തിലൂടെ സാധിക്കും, ആക്ഷൻ റിസർച്ചിലൂടെ സാധിക്കും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്നാൽ ടീച്ചർമാർക്ക് വേണ്ടി ടീച്ചർമാർ നടത്തുന്ന ഒരു ഒരു സെർച്ചാണ് അല്ലെങ്കിൽ റിസർച്ചാണ് എന്ത്, ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ. ഇത് എവിടെയാണ് നടത്തുന്നത്, സ്കൂളുകളിൽ ടീച്ചേഴ്സാണ് ഈ ആക്ഷൻ റിസർച്ച് നടത്തുന്നത്. എന്തിനു വേണ്ടി, സ്കൂളുകളിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോബ്ലത്തെ തിയററ്റിക്കലായിട്ട് അപ്രോച്ച് ചെയ്ത് അതിനേക്ക് വേണ്ട എല്ലാ എവിഡൻസും, അതായത് ആ പ്രോബ്ലത്തിന് സൊല്യൂഷന് വേണ്ട എല്ലാ എവിഡൻസും കണ്ടുപിടിച്ചുകൊണ്ട് ടീച്ചേഴ്സ് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെയാണ് നമുക്കെന്ന് വിളിക്കാം ആക്ഷൻ റിസർച്ച് എന്ന് സിമ്പിളി ഡിഫൈൻ ചെയ്തായിട്ട് പറയും. ഇനി ഈ ആക്ഷൻ റിസർച്ച് എന്ന് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് നടത്തുന്ന റിസർച്ചാണ്. എന്തിനു വേണ്ടി, സ്കൂളിലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് തിയററ്റിക്കലായിട്ട് ഒരു അപ്രോച്ച് ചെയ്യുന്ന കോൺസെപ്റ്റിനെയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആക്ഷൻ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ആക്ഷൻ റിസർച്ച് നോക്കാം. അപ്പോൾ ഓരോരോ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ടു ഇംപ്രൂവ് ദ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് എ സ്കൂൾ പ്ലാന്റ്. എന്താണ്? സ്കൂളിലെ വർക്കിംഗ് കണ്ടീഷൻസ്, ജോലി ചെയ്യാനുള്ള സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നതാണ് ഒരു ആക്ഷൻ റിസർച്ചിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു ഡെവലപ്പ് ദ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എമൗങ് ദ ടീച്ചേഴ്സ് ആൻഡ് ദ പ്രിൻസിപ്പൽസ് ഫോർ സ്റ്റഡിങ് ദെയർ പ്രോബ്ലംസ്. എന്താണ്? അധ്യാപകരിലും പ്രിൻസിപ്പൽമാരിലും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി ഒരു ശാസ്ത്രീയ മനോഭാവം വളർത്തിയെടുക്കുക എന്നതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വൺ, ടു ബ്രിങ് എക്സലൻസ് ഇൻ സ്കൂൾ വർക്കേഴ്സ്. എന്താണ്? ഒരു സ്കൂൾ ജീവനക്കാരിൽ ഒരു എക്സലൻസ്, നല്ലൊരു മികവ് കൊണ്ടുവരുന്നതിന് ഈ ആക്ഷൻ റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ടു ഡെവലപ്പ് ദ എബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡ് എമൗങ് ദ അഡ്മിനിസ്ട്രേറ്റർ ടു ഇംപ്രൂവ് ആൻഡ് മോഡിഫൈ ദ സ്കൂൾ കണ്ടീഷൻസ് ആൻഡ് മേക്ക് ഇറ്റ് മോർ കണ്ടക്റ്റീവ് ടു ലേണിംഗ്. എന്താണ്? സ്കൂൾ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും അത് കൂടുതൽ അനുകൂലമാക്കുന്നതിനും കഴിവും ഒരു ധാരണയും ഒക്കെ അഡ്മിനിസ്ട്രേറ്റർമാരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുകൂടി ഒരു കോൺസെപ്റ്റ് കൂടി എന്തിനുണ്ട്? ആക്ഷൻ റിസർച്ചിനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആക്ഷൻ റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നോക്കാനുണ്ട്. ഇപ്പോൾ ഇത്രയും ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത്? സ്കൂളിലെ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക, അധ്യാപകരിലും പ്രിൻസിപ്പൽമാരിലും പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പഠിക്കുന്നതിനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുക, അതുപോലെ സ്കൂൾ ജീവനക്കാരിൽ മികവ് ഉണ്ടാക്കുക, സ്കൂൾ സാഹചര്യം മെച്ചപ്പെടുന്നതിനും പരിഷ്കരിക്കുന്നതിനും അത് കൂടുതൽ അനുകൂലമാക്കുന്നതിനും ഒരു അഡ്മിനിസ്ട്രേറ്റർമാരിൽ ഒരു കഴിവൊക്കെ വികസിപ്പിച്ചെടുക്കുക. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഇനി കുറച്ച് ഒബ്ജക്റ്റീവും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്തത്, ടു റൂട്ട് ഓഫ് ദ ട്രഡീഷണൽ ആൻഡ് മെക്കാനിക്കൽ എൻവയോൺമെൻറ്റ് സ്കൂളിലൊരു ട്രഡീഷണൽ മെക്കാനിക്കൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ ടു റൈസ് ദ ലെവൽ ഓഫ് പെർഫോമൻസ് ആൻഡ് ലെവൽ ഓഫ് ആസ്പിറേഷൻ ഓഫ് ദ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസും ലെവൽ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ആക്ഷൻ റിസർച്ചിലൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഇനി എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഒരു ആക്ഷൻ റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സ്കൂളിൽ ഒരു പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ പ്രോബ്ലത്തെ വിശകലനം ചെയ്യുകയും ഒക്കെയാണ് ആക്ഷൻ റിസർച്ചിലൂടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രോബ്ലംസ്, അതായത് മെയിൻ സ്റ്റെപ്പുകളൊക്കെ എന്തൊക്കെയാണ് ആക്ഷൻ റിസർച്ചിൻ്റെ നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ എ പ്രോബ്ലം എന്നാണ്. എന്താണ് നമ്മൾ ആക്ഷൻ റിസർച്ച് നടത്താൻ പോവുകയാണെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ആദ്യം കണ്ടുപിടിക്കുകയാണ് ആക്ഷൻ റിസർച്ചിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ടീച്ചർ ഇൻ ദ എബവ് റിസർച്ച് ട്രൈ ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. ടീച്ചർ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കുന്നു. ഇനി എങ്ങനെ ആ ഒരു പ്രശ്നം കണ്ടുപിടിച്ചിട്ട് ഇനി എങ്ങനെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം എന്ന് ടീച്ചർ ശ്രമിക്കുന്നു. അതായത് എന്തൊക്കെ രീതിയിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം? ക്ലാസ് റൂം ഇവൻറ്റ്സിലാണോ? എവിടെയാണ് ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളത്? അല്ലെങ്കിൽ എവിടെയാണ് ആ പർട്ടിക്കുലർ ആ സ്കൂളിലൊരു പ്രശ്നമുള്ളത്? ഇനി ആ ഒരു പ്രശ്നത്തിലേക്ക് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എങ്ങനെ കൊണ്ടുവരാം? പല വേയും ടീച്ചർമാർക്ക് ഉപയോഗിക്കാം. കുട്ടികളുമായിട്ട് എന്തെങ്കിലും ഇൻ്റർവ്യൂ നടക്കാം, അങ്ങനെ നടക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കൊടുക്കാം, അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഓഫ് ലെസൺസ് അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് എന്താണ് പ്രശ്നമെന്നും ആ പ്രശ്നത്തേക്കുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്താണ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം എന്നുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈങ് ദ പ്രോബ്ലം. എന്ത് ചെയ്യുന്നു? എന്താണ് പ്രശ്നമെന്ന് സ്പെസിഫൈ ചെയ്യുന്നു. വൺ നീഡ് ടു ഡ്രാഫ്റ്റ് എ പ്രോബ്ലം ടു വെരി ക്ലിയർലി. എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രോബ്ലത്തെ സ്പെസിഫൈ ചെയ്യുക എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് വൺ, ലിസണിങ് ദ പ്രോപ്പർ യൂസ് ഓഫ് ദ പ്രോബ്ലം. ഇനി ദ സ്റ്റെപ്പ് ഇൻവോൾവ് റൈറ്റിംഗ് ദ പോസിബിൾ കോസ് ഓഫ് വിച്ച് ദ റീസൺ ഫോർ ദ പ്രോബ്ലം. എന്തൊക്കെയാണ് ആ പ്രോബ്ലത്തേക്ക് നയിക്കപ്പെട്ട കാരണങ്ങളെന്ന് ഫസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ആൻഡ് എന്താണ് ആ പ്രശ്നം, ഈ ആ ഒരു പ്രോബ്ലത്തിന് സ്പെസിഫിക് ആ പ്രോബ്ലത്തിന് പുറകിലുള്ള റീസൺ എന്താണെന്ന് കൂടി ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? ലിസണിങ് ദ പ്രോബിൾ കോസ് ഓഫ് ദ പ്രോബ്ലം. ആ പ്രോബ്ലത്തിനുണ്ടായ കാരണങ്ങളും അതിൻ്റെ പുറകിലുണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങളും എന്താണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഇനി ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു. അടുത്ത് എന്ത് ചെയ്യുന്നു? ടീച്ചർ ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ആഫ്റ്റർ ആക്ഷൻ പ്ലാൻ ആണ്. ആഫ്റ്റർ എ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ് വൺ നീഡ് ടു ഡെവലപ്പ് എ ഡീറ്റെയിൽഡ് ആക്ഷൻ പ്ലാൻ. അതിനകത്ത് സൊല്യൂഷന് വേണ്ടി ഒരു ഡീറ്റെയിൽഡ് ആക്ഷൻ പ്ലാൻ ടീച്ചർ ഉണ്ടാക്കിയെടുക്കുന്നു. നെക്സ്റ്റ് വൺ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ റിസൾട്ട്. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ടീച്ചർ ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ് റിക്കോർഡ് റൈറ്റ് ആൻഡ് കൺക്ലൂഷൻ ആൻഡ് ബേസ്ഡ് ഓൺ ആക്ഷൻ വിത്ത് എക്സിക്യൂട്ടഡ്. അപ്പോൾ എന്താണ് ലാസ്റ്റ് ടീച്ചർ ഇതിന് സൊല്യൂഷൻ കൊടുക്കണമല്ലോ. ആ സൊല്യൂഷന് വേണ്ട കാര്യങ്ങളൊക്കെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ടിലേക്ക് വേണ്ട ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ പ്രോബ്ലത്തിന് സൊല്യൂഷനിലേക്ക് എത്തുന്നു. ഫസ്റ്റ് വൺ ഐഡൻറ്റിഫൈ ദ പ്രോബ്ലമാണ്. പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനകത്തേക്ക് വേണ്ട ആ പ്രോബ്ലത്തിന് പുറമുള്ള കാരണങ്ങളെയൊക്കെ കണ്ടെത്തുന്നു. പിന്നെ സ്പെസിഫൈ ദ പ്രോബ്ലം, എന്താണ് മെയിൻ പ്രോബ്ലം സ്പെസിഫൈ ചെയ്യുന്നു. പിന്നെ അതിന് വേണ്ട ആ ഒരു പ്രോബ്ലത്തിന് ഉണ്ടാക്കപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനകത്ത് കൃത്യമായിട്ടൊരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു. ആ പ്രോബ്ലം സൊല്യൂഷൻ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നു. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ റിസൾട്ട്, എന്താണ് ആ ഒരു റിസൾട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് ആ സ്റ്റെപ്പുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ്
ടോപ്പിക്കാണ്, ഒരു സിമ്പിൾ ടോപ്പിക്കാണ് ആക്ഷൻ റിസർച്ച്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും HSAയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്താൽ മാത്രമേ തുടർന്ന് മുന്നോട്ട് ക്ലാസ്സുകൾ എടുക്കാൻ എനിക്കൊരു പ്രചോദനം ആവുകയുള്ളൂ. താങ്ക്